വിശാഖപട്ടണത്തെ പ്രധാന വിനോദസഞ്ചാര കേന്ദ്രമായി മാറിയിരിക്കുകയാണ് കടൽ തീരത്തെ ടെന്നറ്റി പാർക്ക്. 3 കൊല്ലത്തിനിടെ സഞ്ചാരികളുടെ എണ്ണത്തിൽ വലിയ വർധനയാണ് ഉണ്ടായത്. അതിനുള്ള കാരണം ഒരു ബംഗ്ലാദേശ് കപ്പലാണ്. സാധാരണ കടപ്പുറത്തടിയുന്ന വലിയ നീലത്തിമിംഗലങ്ങളും മറ്റും വലിയ വാർത്തകളാവാറുണ്ട്. എന്നാൽ വിശാഖപട്ടണത്തെ തീരത്തേക്ക് എത്തിയാൽ ഇവിടെ തീരത്തടിഞ്ഞിരിക്കുന്നത് ഒരു കുറ്റൻ കപ്പലാണ്, ഒരു ചരക്ക് കപ്പൽ. ഈ ബംഗ്ലാദേശി കപ്പൽ 2020-ലാണ് ഒരു ചുഴലിക്കാറ്റിൽപ്പെട്ട് നിയന്ത്രണം വിട്ട് ഇതുപോലെ തീരത്ത് വന്ന് അടിഞ്ഞത്. ഫ്ലൈ ആഷും മറ്റും കൊണ്ടുപോകാനായി സ്ഥിരമായി വിശാഖപട്ടണത്തേക്ക് എത്താറുള്ള കപ്പലാണ് MV മാ. അത്തരമൊരു യാത്രക്കായാണ് 2020 സെപ്റ്റംബറിലും ബംഗ്ലാദേശിൽ നിന്ന് കപ്പൽ എത്തിയത്. എന്നാൽ ആഞ്ഞു വീശിയ കൊടുങ്കാറ്റിൽ നങ്കൂരം പൊട്ടി. നിയന്ത്രണമില്ലാതെ ഒഴുകി നടന്ന കപ്പൽ ഒടുവിൽ ടെന്നറ്റി പാർക്കിന് സമീപം കരക്കടിഞ്ഞു. നങ്കൂരത്തിലുണ്ടായിരുന്ന പോരായ്മയാണ് സ്ഥിതി മോശമാക്കിയത്. കപ്പൽ മടക്കിക്കൊണ്ടുപോകാൻ കപ്പൽ കമ്പനി ശ്രമിച്ചെങ്കിലും കഴിഞ്ഞില്ല. സാമ്പത്തികമായി വൻ ബാധ്യതയാണ് മടക്കിക്കൊണ്ടുപോയാൽ ഉണ്ടാവുന്നതെന്ന് കമ്പനി മനസ്സിലാക്കി. അങ്ങനെ വില കൂടിയ മെഷീനുകൾ അഴിച്ചുമാറ്റി കപ്പൽ ഇവിടെ ഉപേക്ഷിച്ചു. അനാഥമായ കപ്പൽ സഞ്ചാരികൾക്ക് പുതിയ കാഴ്ചയായി. बांग्लादेश का कंफर्म नहीं इसके बारे में, बस एक शिप आके रखा हुआ, बहुत दिन 20 ईयर से रखा हुआ है यहाँ पे, बस एंजॉयमेंट के लिए, बस एंटरटेनमेंट का एंटरटेनमेंट। इसी देख के पूरा डेवलपमेंट पीछे डेवलपमेंट भी कर रहा है। टेनिटी पार्क ओनली फॉर पहले लवर्स के लिए जाना जाता था, लवर्स पॉइंट के बारे में, अब जाके पूरे यहाँ पर फैमिली के साथ आना जाना सब कुछ कर रहा है, सब हो रहा है सब कुछ। തുരുമ്പെടുത്തു പോകുന്ന കപ്പൽ എന്തു ചെയ്യണമെന്ന ആലോചന ആന്ധ്ര സർക്കാർ നടത്തി. ഒരു റെസ്റ്റോറന്റ് ആക്കാമെന്നതാണ് ആലോചന. എതിർപ്പില്ലെന്ന് കപ്പൽ കമ്പനിയും പറഞ്ഞു. പക്ഷേ ഇതുവരെ പണി തുടങ്ങിയിട്ടില്ല. ഒരു വലിയ കപ്പൽ ഇങ്ങനെ തീരത്തടിഞ്ഞു കിടക്കുന്ന കാഴ്ച ടൂറിസം സാധ്യതയാണെന്ന് തിരിച്ചറിയുന്നുണ്ട് ആന്ധ്ര സർക്കാർ. പക്ഷേ അതുമായി ബന്ധപ്പെട്ട മുന്നോട്ട് പോക്ക് വളരെ മന്ദഗതിയിലാണ്. വിശാഖപട്ടണത്തു നിന്നും വരുൺ വടശ്ശേരിക്കരയ്ക്കൊപ്പം ശ്രീനാഥ് ചന്ദ്രൻ, 24. സെപ്റ്റംബർ 1, അതായത് അടുത്ത ഞായറാഴ്ച രാവിലെ 9 മണി മുതൽ ചന്ദ്രഗിരി ഓഡിറ്റോറിയം, കൽപ്പറ്റ, അവിടെ നമ്മൾ വയനാട് ജില്ലാ സമ്മേളനം വയനാടിനെ ചേർത്ത് പിടിക്കാനും അവിടെ സഹായഹസ്തം എത്തിക്കുവാനുമുള്ള ഒരു ക്രൗഡ് ഫണ്ടിങ് നടത്തിയിട്ടുണ്ട്. ആ ക്രൗഡ് ഫണ്ടിങ്ങിൽ നമ്മൾ അന്ന് സഹായധനം വിതരണം ചെയ്യാനുള്ള നീക്കം ഉണ്ടാകും. നമ്മൾ ഒരുപാട് ആളുകൾ ഇതിൽ അണിചേരാമെന്ന് പറഞ്ഞിട്ടുണ്ട്. നിങ്ങൾ തീർച്ചയായിട്ടും ചന്ദ്രഗിരി ഓഡിറ്റോറിയത്തിൽ വരിക. നമുക്ക് മാത്രമല്ല, അന്ന് മാത്രമല്ല, തുടർന്നും അവരുടെ വയനാട്ടിലെ പ്രത്യേകിച്ച് ഈ മുണ്ടക്കൈ, ചൂരൽമല പ്രദേശത്ത് എല്ലാം തകർന്നുപോയ, എല്ലാം നഷ്ടപ്പെട്ടു പോയ മനുഷ്യർക്ക് എന്തൊക്കെ സഹായങ്ങൾ നമുക്ക് എത്തിച്ചു കൊടുക്കാൻ കഴിയും, തുടർന്നും നമ്മൾ അവരെ ചേർത്ത് പിടിക്കാനുള്ള ശ്രമത്തിൻ്റെ ഭാഗമായിട്ട് അത് നേരിട്ട് അറിയാൻ വേണ്ടിയാണ് നമ്മളെല്ലാവരും അവിടെ എത്തുന്നത്. തത്സമയം അത് 24 സംപ്രേഷണം ചെയ്യും. എന്ന് മാത്രമല്ല, നമ്മുടെ പ്രധാനപ്പെട്ട സ്റ്റാർ അവതാരകരൊക്കെ തന്നെ അന്ന് അവിടെ ഉണ്ടാകും. മോർണിംഗ് ഷോയും അന്ന് വയനാട്ടിൽ നിന്നാണ്. രാവിലെ 7 മണിക്ക് തന്നെ മോർണിംഗ് ഷോ അതുപോലെ ഞായറാഴ്ച ദിവസം വയനാട്ടിൽ നിന്നുണ്ടാകും. വയനാട്ടിൽ സംഭവിച്ച ദുരന്തം, പ്രത്യേകിച്ച് നമ്മൾ ടൂറിസ്റ്റിലേക്കൊക്കെ നമ്മൾ എത്രയും പെട്ടെന്ന് മടങ്ങിപ്പോക്കണം. കാരണം ദേശീയ ശ്രദ്ധയും അന്തർദേശീയ ശ്രദ്ധയുമുള്ള ഒരു ടൂറിസ്റ്റ് ഡെസ്റ്റിനേഷനാണ് വയനാട്. അതിനൊന്നും ഒരു കേടുപാടും പറ്റാൻ പാടില്ല. വയനാടിനെ നമ്മൾ ചേർത്ത് പിടിച്ചാൽ മതിയാവും. ഈ പ്രൊമോഷണൽ ട്രെയിലർ നിങ്ങൾ കാണുക. വയനാടിനെ ചേർത്ത് പിടിക്കാൻ 24 കണക്ട്. ദുരിതബാധിതർക്ക് ആശ്വാസമേകാൻ 24ന്റെ അതിജീവന യജ്ഞം. എന്റെ കുടുംബം വയനാടിനൊപ്പം. 24ന്റെ നേതൃത്വത്തിലുള്ള ബന്ധപ്പെട്ട കുടുംബാംഗങ്ങളെ മുഴുവൻ കൂട്ടിച്ചേർത്തുകൊണ്ട് വയനാടിന് കൈത്താൻ വളരെ സ്വാഗതാർഹമാണ്. സെപ്റ്റംബർ 1 ഞായറാഴ്ച രാവിലെ 9 മണി മുതൽ കൽപ്പറ്റ ചന്ദ്രഗിരി ഓഡിറ്റോറിയത്തിൽ. കൂടുതൽ വിവരങ്ങൾക്ക് വിളിക്കുക 8111991602, 8111991260. വരൂ, അതിജീവന ശൃംഖലയിൽ അണിചേരൂ. താല്പര്യമുള്ള ഈ നമ്പറിലോ അല്ലെങ്കിൽ 24 കണക്റ്റിൻ്റെ ഇമെയിൽ ID-യിലോ നിങ്ങൾക്ക് ബന്ധപ്പെടാൻ കഴിയും. നമ്പറിൽ വിളിച്ചാലും മതി. എന്തായാലും പേരുകൾ രജിസ്റ്റർ ചെയ്യുക. നമുക്ക് നമ്മുടെ ജില്ലാ സമ്മേളനം എറണാകുളത്തും, അതേപോലെ സംസ്ഥാന സമ്മേളനം എറണാകുളത്തും, അതുപോലെ മലപ്പുറത്തും വളരെ വിജയകരമായി ജില്ലാ സമ്മേളനം നടത്തി. പക്ഷേ ഈ ജില്ലാ സമ്മേളനം നമ്മൾ മുഴുവനായിട്ടും വയനാടിന് വേണ്ടി നീക്കി വെച്ചിരിക്കുന്നു. വയനാട്ടിലെ ദുരന്തമനുഭവ ജനങ്ങൾക്ക് വേണ്ടി നമുക്ക് നീക്കി വെക്കണം, നമ്മൾ കാണിച്ചേരണം.